ഹായ് കുട്ടികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന പാഠഭാഗം മലയാളം മീനിങ്ങോടുകൂടി ഒന്ന് ചർച്ച ചെയ്താലോ? ലോകപ്രശസ്ത ഇംഗ്ലീഷ് നാടകകൃത്തായ വില്യം ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണിത്. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. സുഹൃത്തുക്കളെ, റോമൻ നിവാസികളെ, നാട്ടുകാരെ, ഞാൻ പറയുന്നത് ദയവായി ശ്രദ്ധിക്കൂ. ഐ കം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. സീസറെ അടക്കം ചെയ്യാനാണ് ഞാൻ വന്നത്, അദ്ദേഹത്തെ പുകഴ്ത്താനല്ല. ദ ഈവൽ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദെം. മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ അവർ മരിച്ചാലും ഇവിടെ നിലനിൽക്കും. ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇന്റേർഡ് വിത്ത് ദിയർ ബോൺസ്. എന്നാൽ അവർ ചെയ്ത നന്മകൾ പലപ്പോഴും അവരുടെ അസ്ഥികളോടൊപ്പം മണ്ണടിഞ്ഞു പോകാറാണ് പതിവ്. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ, ദ നോബിൾ ബ്രൂട്ടസ്. സീസറിന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാകട്ടെ, മാന്യനായ ബ്രൂട്ടസ്. ഹാത്ത് ടോൾഡ് യു സീസർ വാസ് ആംബീഷ്യസ്. സീസർ ഒരു അധികാരമോഹിയായിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഫ് ഇറ്റ് വാസ് സോ, ഇറ്റ് വാസ് എ ഗ്രീവസ് ഫോൾട്ട്. അത് സത്യമാണെങ്കിൽ അതൊരു വലിയ തെറ്റായിരുന്നു. ആൻഡ് ഗ്രീവസ്ലി ഹാഡ് സീസർ ആൻസേർഡ് ഇറ്റ്. ആ തെറ്റിന് സീസർ അത്രമേൽ കഠിനമായ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ്. ഇവിടെ ബ്രൂട്ടസിന്റെയും മറ്റുള്ളവരുടെയും അനുവാദത്തോടെ. ഫോർ ബ്രൂട്ടസ് ഇസ് എൻ ഓണറബിൾ മാൻ. കാരണം ബ്രൂട്ടസ് ഒരു മാന്യനായ മനുഷ്യനാണ്. സോ ആർ ദി ഓൾ ഓണറബിൾ മെൻ. അതുപോലെ അവരെല്ലാവരും മാന്യന്മാരാണ്. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ. സീസറിന്റെ ശവസംസ്കാര ചടങ്ങിൽ സംസാരിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു, എന്നോട് വിശ്വസ്തനും നീതിമാനുമായിരുന്നു. ബട്ട് ബ്രൂട്ടസ് സേസ് ഹി വാസ് ആംബിഷ്യസ്. പക്ഷേ ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അധികാരമോഹിയായിരുന്നു എന്ന്. ആൻഡ് ബ്രൂട്ടസ് ഇസ് എൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ് ആകട്ടെ ബഹുമാന്യനായ ഒരു മനുഷ്യനുമാണ്. ഹി ഹാസ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം. അദ്ദേഹം ഒട്ടേറെ യുദ്ധത്തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നു. ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ? അവരുടെ മോചനദ്രവ്യം റോമിലെ ഖജനാവ് നിറയ്ക്കാനാണ് ഉപയോഗിച്ചത്. ഡിഡ് ദിസ് ഇൻ സീസർ സീം ആംബിഷ്യസ്? ഇതാണോ സീസറിലെ അധികാരമോഹമായി നിങ്ങൾക്ക് തോന്നുന്നത്? വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ്, സീസർ ഹാത്ത് വെപ്റ്റ്. പാവപ്പെട്ടവർ കരഞ്ഞപ്പോൾ സീസറും അവർക്കൊപ്പം കണ്ണീർ വാർത്തു. ആംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. അധികാരമോഹം ഇതിലും കടുപ്പമേറിയ ഒന്നായിരിക്കണം. Yet Brutus says he was ambitious. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അധികാരമോഹിയായിരുന്നു എന്ന്. And Brutus is an honorable man. Brutus ആകട്ടെ ബഹുമാന്യനായൊരു മനുഷ്യനുമാണ്. You all did see that on the Lupercal. ലൂപ്പർക്കാൽ ഉത്സവദിനത്തിൽ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. I thrice presented him a kingly crown. ഞാൻ 3 തവണ അദ്ദേഹത്തിന് രാജകിരീടം സമർപ്പിച്ചു. Which he did thrice refuse. Was this ambition? അദ്ദേഹം അത് 3 തവണയും നിരസിച്ചു. ഇതാണോ അധികാരമോഹം? Yet Brutus says he was ambitious. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അധികാരമോഹിയായിരുന്നു എന്ന്. And sure, he is an honorable man. തീർച്ചയായും അദ്ദേഹം ബഹുമാന്യനായ മനുഷ്യനാണ്. I speak not to disprove what Brutus spoke. ബ്രൂട്ടസ് പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാനല്ല ഞാൻ സംസാരിക്കുന്നത്. But here I am to speak what I do know. മറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. You all did love him once, not without cause. നിങ്ങളെല്ലാവരും ഒരിക്കൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ടായിരുന്നു. What cause withholds you then to mourn for him? പിന്നിപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി ദുഃഖിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന കാരണമെന്താണ്? ഓ ജഡ്ജ്മെന്റ്, ദ വാട്ട് ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്സ്. ഓ വിവേകമേ, നീ മൃഗങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്നു. And men have lost their reason. Bear with me. മനുഷ്യർക്ക് അവരുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ. My heart is in the coffin there with Caesar.
എന്റെ ഹൃദയം അവിടെ ആ ശവപ്പെട്ടിയിൽ സീസറോടൊപ്പമാണ്. ആൻഡ് ഐ മസ്റ്റ് പാസ് ടിൽ ഇറ്റ് കംസ് ബാക്ക് ടു മീ. അത് തിരിച്ചുവരുന്നതുവരെ എനിക്ക് അല്പനേരം നിശബ്ദനായി നിൽക്കേണ്ടതുണ്ട്. കുട്ടികളെ, നമ്മുടെ പാഠഭാഗം പൂർത്തിയായിട്ടുണ്ട്. ഈ പാഠത്തിലെ ആക്ടിവിറ്റികളും ചോദ്യോത്തരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. നന്ദി.